ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക ഹൃതിയോട് പറയാം, ഡീൽ ഇത്രയേ ഉള്ളൂ. പ്രതാപനും പത്മയും നീ ഒന്നിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഒന്നിക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താകും. ഞാൻ അങ്ങനെ ഈ വീട്ടിൽ നിന്ന് പുറത്താകാതിരിക്കാൻ വേണ്ടി ഈ വീടും മറ്റു പ്രോപ്പർട്ടികളും എൻ്റെ പേരിലോട്ട് എഴുതി തരണം. ഇനി ഇതിൽ കൂടുതൽ സംസാരം ഒന്നും വേണ്ട. നീ ഇതെല്ലാം എൻ്റെ പേരിലോട്ട് എഴുതി തന്നാൽ നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും. അതോടെ പ്രതാപൻ നിന്നെ സ്വന്തം മകളായിട്ട് കാണുകയും ചെയ്യും. ഞാനേ കറിവേപ്പില പോലെ പുറത്തു പോകാൻ പാടില്ല. ഇവിടെ ഈ വീട്ടിൽ എല്ലാവരും ഒന്നാകുമ്പോൾ എനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനം വേണമല്ലോ. അതിനുവേണ്ടി മാത്രമാണ് ഇതെല്ലാം നീ എനിക്ക് എഴുതി തരണമെന്ന് പറഞ്ഞത്. നീ ഇതൊക്കെ കേട്ട് പെട്ടെന്ന് മറുപടി ഒന്നും തരണ്ട. നിന്റെ ചെറിയമ്മയോട് ആലോചിച്ചിട്ട് മതി. നിന്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നീയും നിന്റെ അമ്മയും നിന്റെ അച്ഛനും എന്നുള്ളൊരു ലോകത്തോട്ട് എത്തണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം ഹൃതികെ. പിന്നൊരു കാര്യം, മറ്റുള്ളവർ പലതും പറയും. ഹൃതിയെ ഒന്നും മിണ്ടാതെ തണ്ട് ഇറങ്ങി യാമിനിയുടെ അടുത്തോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. അംബിക തണ്ട ഭയങ്കര സന്തോഷത്തിലിരിക്കുക. ഏതായാലും പെരിച്ചാഴി അടിവിലിൽ വന്ന് വീഴാൻ പോവാണല്ലോ എന്നുള്ള സന്തോഷത്തിൽ അംബിക ഇങ്ങനെ ഇരിക്കുക. ഹൃതികയെ കണ്ടതും യാമിനി ചോദിക്കുന്നു, മോളെ അവരെന്താ പറഞ്ഞത്? അപ്പോൾ അംബിക പറഞ്ഞ കാര്യങ്ങളൊക്കെ തണ്ട ഹൃതിക യാമിനിയോട് പറയുവാണ്. അയ്യോ മോളെ, അതൊന്നും വേണ്ട, അതൊക്കെ ചതിക്കാനാ. ഈ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയാണ് അവർ പത്മയടത്തിയെ പുറത്താക്കിയത്. അവരുടെ ഒരു ഡീല് പുതിയ കണ്ടുപിടുത്തം കൊണ്ട് വന്നിരിക്കുക. പക്ഷേ ഹൃതിക എന്തോ തീരുമാനിച്ച പോലുള്ള നിപ്പാണ്. ഈ സമയം രാജീവാണെങ്കിൽ ഹൃതികയോട് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിങ്ങനെ നോക്കി നിൽക്കുക. അകത്തോട്ട് പോയ ഹൃതിക അംബിക വിരിച്ച വലയിൽ വന്ന് വീഴുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ദണ്ട അംബിക ഇങ്ങനെ കാത്തിരിക്കുക. അംബികയുടെ അടുത്തോട്ട് പതുക്കെ ദണ്ട നമ്മുടെ ഹൃതികയും ചെല്ലുന്നുണ്ട്. എന്ത് തീരുമാനിച്ചു? അംബിക അങ്ങനെ ചോദിക്കുമ്പോൾ ഹൃതിക പറയാ, എന്ത് തീരുമാനിക്കാനാ? ആ ഡീല് നടക്കില്ല. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇതൊക്കെ ഞാൻ നിങ്ങളുടെ പേരിലോട്ട് എഴുതി തന്നാലേ അത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ വാക്കുമാറും. അതാണല്ലോ നിങ്ങളുടെ ക്യാരക്ടർ. എടി, അതല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. നിനക്ക് ഞാനൊരു അഗ്രിമെൻ്റ് എഴുതി തരാമെന്ന്. അങ്ങനെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അയ്യോ, പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിട്ടുപോയതായിരിക്കും. അതായത് നീ ഇതൊക്കെ എൻ്റെ പേരിലോട്ട് എഴുതി തരുമ്പോൾ ഞാൻ അഗ്രിമെൻ്റ് എഴുതി നിനക്കങ്ങോട്ട് തരും. ആ മുദ്രപത്രത്തിലെ വാക്കുകൾ ഇങ്ങനെയായിരിക്കും: പത്മയും ജഗന്നാഥനും തമ്മിൽ യാതൊരുവിധ മോശമായ ബന്ധങ്ങളും ഇല്ലായിരുന്നുവെന്നും അതൊക്കെ പത്മയെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാനും ഞാൻ കെട്ടിച്ചമച്ച കള്ളക്കഥകളാണെന്നും നീ പ്രതാപന്റെ മകള് തന്നെയാണെന്നും അതിൽ ഒരു സംശയവും വേണ്ടാന്നും ആ അഗ്രിമെന്റിൽ ഞാൻ വ്യക്തമായിട്ട് എഴുതും. ഞാൻ ഈ ചെയ്തതിനൊക്കെ പ്രതാപൻ എനിക്ക് മാപ്പ് തരണമെന്നും കൂടി ഞാൻ എഴുതും. അപ്പോഴെൻ്റെ അച്ഛൻ നിങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ? തെറ്റിദ്ധരിക്കുന്നെങ്കിൽ ധരിച്ചോട്ടെ. പക്ഷേ അവൻ എന്നെ ഇറക്കിവിടാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും ഈ വീടും പറമ്പുമല്ല എൻ്റെതല്ലേ? മന്ദബുദ്ധി പ്രതാപന്റെ മകൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എല്ലാം ഇവരുടെ ചതിയാണെന്ന് അങ്ങനെങ്കിലും അച്ഛൻ മനസ്സിലാക്കട്ടെ. അങ്ങനെ എൻ്റെ അച്ഛൻ തന്നെ ഇവരെ അടിച്ച് പുറത്താക്കുകയും ചെയ്യും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഹൃതികയെ നോക്കിയിട്ട് അംബിക ചോദിക്കുന്നത്, നീ എന്താ പറയുന്നത്? ഞാനേ ചെറിയമ്മയോടുകൂടി ഒന്ന് ആലോചിക്കട്ടെ. ഹൃതിക വീണ്ടും പോവുക യാമിനിയോട് ചോദിക്കാൻ. പന്ത് തൻ്റെ കോർട്ടിൽ വീഴാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി അംബിക നല്ല സന്തോഷത്തോടെ നിൽക്കുക. ഈ സമയം രാജീവാണെങ്കിൽ നാണം കെട്ട് ഹൃതിക വരുമോ എന്ന് നോക്കി ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് നിൽക്കുക. ആണ്ട ദീപക് അവൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുന്നു, ആഹാ, നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോടാ? എടാ ദീപക്കെ, നിന്നെ ഇടയ്ക്കിടയ്ക്കിട്ട് ഇങ്ങനെ ഇടിക്കാനൊരാൾ വേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. മനസ്സിലായോടാ അംബികാസുതനെ? അല്ല, നീ ഈ വെയിലത്ത് വന്ന് ആരെ കാത്തിരിക്കുക? ഞാൻ എവിടെ നിന്നാലും നിനക്കെന്താടാ? എനിക്ക് മനസ്സിലായി നീ അവളെ കാത്തു നിൽക്കുവാണെന്ന്. അവൾ ഇനി വരില്ലടാ, അവൾക്കിനി നിന്നെ വേണ്ടാന്ന്. എടാ, നീ ഇതുപോലത്തെ എത്ര നുണകളാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. നീ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അയ്യോ, നീ വെറുതെ വെയിൽ കൊള്ളണ്ടാന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ സൗകര്യം പോലെ ചെയ്യടാ. അവൾ അവിടെ വീട്ടിൽ പറയുന്നത് ഞാൻ കേട്ടതാ, നിന്നെ വേണ്ടാന്ന്. ജീവിതത്തിൽ ഇനി ഒരിക്കലും നിന്നെ കാണത്തില്ലെന്നാ അവൾ പറയുന്നത്. ആ ഒരു സന്തോഷ വാർത്ത പറയാനാ ഞാൻ നിന്റെ അടുത്തോട്ട് ഓടി വന്ന്. ഹൃതിക യാമിനിയോട് പറയുമ്പോൾ യാമിനി പറയാം, അങ്ങനെയാണെങ്കിൽ ഓക്കെ. പ്രതാപേട്ടൻ സത്യങ്ങളൊക്കെ അറിയുമ്പോഴേ ഇവരെ അടിച്ച് പുറത്താക്കും. അങ്ങനെ വീടും പറമ്പും തിരിച്ചെഴുതി വാങ്ങിക്കുകയും ചെയ്യും. പക്ഷെ മോളെ, ആദ്യം അവരുടെ കയ്യിൽ നിന്ന് അഗ്രിമെൻ്റ് മേടിക്കണം. അത് ഞാൻ മേടിക്കാൻ ചെറിയമ്മ. അപ്പോൾ ഞാനിത് സമ്മതിക്കുക കേട്ടോ. ഈ സമയം രാജീവാണെ ഹൃതിയെ വിളിക്കുന്നുണ്ട്. ഹൃതിയ ഫോൺ കട്ട് ചെയ്തു. ഇതൊക്കെ കണ്ടുകൊണ്ട് ദീപക്ക് നിന്ന് ചിരിക്കുക. രാജുവിന് ഒരു സംശയം, ഇനി ദീപക്ക് പറഞ്ഞത് ശരിയാണോ? ഈ ബുദ്ധിയില്ലാത്ത പെണ്ണ് അപ്പോൾ രാജു വിളിച്ചപ്പോൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞോ? അതുമില്ല. അങ്ങനെ സമ്മതം മൂളാനായിട്ട് ഹൃതിക തൻ്റെ അംബികയുടെ അടുത്തോട്ട് വരിക. ആ സമയത്ത് വീണ്ടും രാജുവിൻ്റെ കോൾ വരുന്നു. ഹൃതിയ അത് കട്ട് ചെയ്തു. പെരുമ്പാമ്പിനെ വിഴുങ്ങാൻ നിന്ന മുതലേ പോലെ അംബിക ഇങ്ങനെ വായുമ്പൊളന്ന് നിൽക്കുന്നിടത്തോട്ടാണ് ഹൃതിക എന്ന് തല കൊണ്ട് വെച്ച് കൊടുത്ത്. ഡീലിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ദൈവങ്ങളെ നേരിട്ട് വന്ന സ്വർഗ്ഗലോകവും അംബികയ്ക്ക് കൊടുത്ത ഒരു സന്തോഷം. അയ്യോ, എങ്കിൽ നമ്മളുടെ പിണക്കങ്ങളെല്ലാം ഇതോടെ അവസാനിച്ചിരിക്കുന്നു. അഹങ്കാരിയാണ് ഹൃതിയ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ.
ഒന്നുകിൽ അവിടെ പെറ്റതള്ളയോടെങ്കിലും അവളിത് ആലോചിക്കണം, അതല്ലെങ്കിൽ അവിടെ ഭർത്താവായ രാജുവിനോട് ആലോചിക്കണം. ഇതൊന്നും ചെയ്യാതെ എടുത്തുചാട്ടക്കാരിയായ ഹൃദയ ഈ കാണിച്ചു കൂട്ടുന്നതിന് ഇവിടെ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. മഹാഭാരതത്തിൽ കൗരവരെയെല്ലാം വധിച്ചിട്ട് പാണ്ഡവർ ജയിച്ചപ്പോൾ കൗരവരുടെ പിതാവായ ധൃതരാഷ്ട്രർക്ക് പെട്ടെന്ന് ഭീമനോടൊരു വാത്സല്യം തോന്നി ഭീമനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന്. ധൃതരാഷ്ട്രയുടെ ആലിംഗനത്തിൽ ഭീമൻ ഭസ്മമാകുമെന്ന് ധൃതരാഷ്ട്രക്ക് അറിയാമായിരുന്നു. പക്ഷേ അതേ ആലിംഗനം തന്നെയാണ് ദാണ്ട് ഇവിടെ അംബിക ഹൃതിക ചെയ്യുന്നത്. ഹൃതിക അറിയുന്നില്ലല്ലോ അവളെ ചതിച്ച് കൊല്ലാനാണെന്ന്. പക്ഷേ എത്രയൊക്കെ അനുഭവം ഉണ്ടായാലും ചിലർ പഠിക്കില്ല. അതും ഈ അംബികയെ പോലുള്ള ഒരു വ്യക്തിയെ എങ്ങനെ ഹൃതിക വിശ്വസിച്ചു എന്നുള്ളതാണ് എൻ്റെ അതിശയം. ആ കെട്ടിപ്പിടുത്തത്തിൽ രണ്ടുപേരും വളരെ ആത്മവിശ്വാസത്തോടാണ്. അംബികയാണെങ്കിൽ ഹൃതികയെ ചതിക്കാനും ഹൃതികയാണെങ്കിൽ അംബിക വാക്ക് പാലിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ. ഒരിടത്ത് ചതിയും വഞ്ചനയും വിശ്വാസത്തോടുള്ള കെട്ടിപ്പിടുത്തം, മറുവശത്താണെങ്കിൽ രാജു ആകെ സങ്കടത്തോടെ ഹൃതികയെ വിളിച്ച് വിളിച്ച് കൊഴിഞ്ഞു നിൽക്കുക. അതൊക്കെ പോരാഞ്ഞിട്ടുന്നുണ്ട് ആ വൃത്തികെട്ട ദീപക്കൻ്റെ പരിഹാസവും. എടാ അവൾ പോയി വേറെ കല്യാണം കഴിക്കൂടാ, നീ പോയി വല്ല വേറെ പണിയും നോക്കടാ. കൊള്ളരുതാത്തവനും ദുഷ്ടനുമാണെങ്കിലും ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നിങ്ങനെ വിഷമത്തോടെ ആലോചിച്ച് രാജു അങ്ങനെ നിൽക്കുക. അംബിക തൻ്റെ ശകുനിയുടെ ബുദ്ധി പ്രയോഗിച്ചു കഴിഞ്ഞ് ഇതൊട്ടും ലേറ്റാക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. ഇവൾക്ക് കൂടുതൽ ചിന്തിക്കാനുള്ള സമയം കൊടുക്കരുത്. സബ് രജിസ്ട്രാർ ജെയിംസിനെ ഒന്ന് വിളിക്കാം. അങ്ങനെ ആ രജിസ്ട്രാർ താണ്ട ഒരു കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് അംബികയുടെ ഫോൺ. അയ്യോ എന്താ മാഡം, ഈ ഉള്ളവനെയൊക്കെ ഓർക്കാറുണ്ടോ? അപ്പോഴത് അംബികയുടെ കയ്യാളാണെന്ന് മനസ്സിലായി. അയ്യോ അതെന്താ ജെയിംസ് സാറേ അങ്ങനെ പറഞ്ഞത്? ഉപകാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നവരല്ലേ നമ്മൾ, അങ്ങനെ മറക്കാനൊക്കെ പറ്റുമോ? മാഡം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ എന്നെ വിളിക്കില്ലല്ലോ. ഞാൻ വിളിച്ചിട്ടേ കാര്യമായ പ്രതിഫലം തരാതെ ഇതുവരെ ഞാൻ വിട്ടിട്ടുണ്ടോ? അയ്യോ അതെനിക്കറിയാമല്ലോ മാഡം, അതുകൊണ്ടല്ലേ കണ്ട ഉടനെ തന്നെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തത്. ഒരു വസ്തു രജിസ്ട്രേഷൻ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് മാഡം ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. കൊടുക്കുന്ന ആൾ കിടപ്പ് രോഗിയായിരിക്കണം. അതിനുള്ള അപേക്ഷ നേരത്തെ തരികയും വേണം. അപ്പോഴേ കാലിന് പ്ലാസ്റ്റർ ഇട്ട് കിടപ്പ് രോഗിയായി കിടന്നാൽ പോരെ? അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം മാഡം. ഞങ്ങളെ എല്ലാവരെയും മാഡം ഒന്ന് ശരിക്കൊന്ന് കണ്ടാൽ മതി. അതെന്താ ആ കാര്യത്തിൽ ജെയിംസ് സാറിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല മാഡം. മാഡം എന്താണെന്ന് വെച്ചാൽ കാര്യം പറഞ്ഞു. അപ്പോഴംബിക അയാളോടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അംബിക പറഞ്ഞതെല്ലാം കേട്ടിട്ട് അയാൾ പറയുന്നുണ്ട്, ഓ ശരി മാഡം, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. പിന്നെ ഒരു കാര്യം, പ്രതാപനോട് ഇല്ലാത്ത സമയം നോക്കി വരണം, ഞാൻ വിളിക്കാം. അങ്ങനെ അംബിക രജിസ്ട്രാറേയും കയ്യിലെടുത്ത്. എന്നിട്ട് അംബിക പറയാം, അയാൾ പറഞ്ഞതാ ശരി, വീടും പറമ്പും തിരിച്ച് ഹൃതികയുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെയും ഞാൻ അവനോട് എതിർക്കേണ്ടി വരും. അതിലും ഭേദം മരുമകളുടെ പേരിലോട്ട് എഴുതാം, നന്ദനയുടെ പേരിലോട്ട്. അതെന്തായാലും നന്നായി അംബികെ. പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നീ ഹൃതിയെ പറ്റിക്കാൻ നോക്കുന്നു, അവളുടെ കയ്യിൽ നിന്ന് പറ്റിച്ച് നീ ആരുടെ കയ്യിലോട്ടാണ് കൊടുക്കുന്നത്? മല വിഴുങ്ങി അനന്തം പിള്ളയുടെ ആ നെറികെട്ട മൂട് നന്ദനയുടെ പേരിലോട്ട്. ഈ പാഷാണത്തെ കൃമി എന്താ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നത് എന്നിങ്ങനെ നന്ദനെ അവിടെ മാറി നിന്ന് നോക്കുന്നു. അംബിക അവളെ കണ്ട്. എന്നിട്ട് അംബിക മനസ്സിൽ പറയാം, ഇവളൊരു പാവ, അവൾ ചതിക്കില്ല. എല്ലാവരുടെയും മുന്നിലൊരു പൊട്ടിപ്പെണ്ണായിട്ട് ചമഞ്ഞിരിക്കുന്ന ഇവൾ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? അംബിക അവളുടെ അടുത്തോട്ട് ചെന്നിട്ട്, മോളെ ഒരു സന്തോഷ വാർത്തയുണ്ട്, തേനൊഴുകുന്ന പോലെ എന്താ അമ്മേ എന്ന് നന്ദന ചോദിക്കുക. ഈ വീടും പറമ്പും എല്ലാം ഞാൻ നിൻ്റെ പേരിലോട്ട് എഴുതി വാങ്ങിക്കാൻ പോവാ. അയ്യോ അതൊന്നും വേണ്ടാമേ, അതൊന്നും ശരിയാവില്ല, ഞാനൊരു പാവമല്ലേ അമ്മേ. എടി മോളെ, നീയൊരു പാവം ആയതുകൊണ്ടല്ലേ നിന്റെ പേരിലോട്ടല്ലേ എഴുതി വാങ്ങിക്കുന്നത്. എന്നാലും അതൊന്നും വേണ്ടാമേ, നീ എൻ്റെ പൊന്നു മരുമകളല്ലേ, എൻ്റെ അടുത്ത അവകാശിയുടെ അമ്മയാകാൻ പോകേണ്ടവളല്ലേ നീ. അപ്പോൾ ഈ അമ്മ പറയുന്ന മാത്രം എൻ്റെ മോളങ്ങ് അനുസരിച്ചാൽ മതി. ആ ശരിയമ്മേ. അങ്ങനെ അംബിക പറഞ്ഞു വെച്ചതുപോലെ താണ്ട രജിസ്ട്രാറും കൂടെ ഒരുത്തനും കൊണ്ട് പ്രമാണമെഴുത്തൊക്കെ നടക്കുവാണെന്ന് തോന്നുന്നു. അംബികയും നന്ദനയും ഹൃതിയും. ആ രജിസ്ട്രാർ എന്തൊക്കെയോ ഹൃതിയോട് ചോദിക്കുന്നു, ഹൃതി എന്തൊക്കെയോ മറുപടിയും പറയുന്നുണ്ട്. നിന്നെ ഞാൻ വിഴുങ്ങുവടിയെന്ന് അംബികയും, നിങ്ങളെ എല്ലാവരുടെ മൊത്തത്തിൽ ഞാൻ വിഴുങ്ങുമെന്ന് പറഞ്ഞ് നന്ദനയെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹൃതികയായിട്ട് ഒപ്പിടാൻ പറയുമ്പോൾ ഹൃതിക അംബികയെ നോക്കുന്നു. അംബിക പെട്ടെന്ന് പറയാം, ഞാൻ എഴുതിത്തരാമെന്ന് പറഞ്ഞ അഗ്രിമെൻറ്റിനാണോ നോക്കുന്നത്? ഇന്നാ എന്നും പറഞ്ഞൊരു പേപ്പർ ഹൃതികയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. പ്രതാപനോട് ഞാൻ പറയുന്ന കുറ്റസമ്മതമായിട്ടാണ് അതിലെഴുതിയിരിക്കുന്നത്. മോള് വേണമെങ്കിൽ അത് വായിച്ചു നോക്ക്, രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് ഹൃതിയ അത് വായിച്ചു നോക്കിയിട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുക. അതിലടങ്ങിയിരിക്കുന്ന ചതി എന്താണെന്ന് ഹൃതിയ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ അംബികയും മരുമകളും നല്ല സന്തോഷത്തിൽ നിന്നെ ദാ വീഴ്ത്തിയടി, നിന്നെ ഞങ്ങൾ വിഴുങ്ങിയടി എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹൃതിയ വീടും സർവ്വസ്വത്തുക്കളും താണ്ട് എഴുതി കൊടുക്കുന്നുണ്ട്, സൈൻ ചെയ്യുന്നുണ്ട്. പോരാത്തിന് താണ്ട് വിരലടയാളവും വെച്ച് കൊടുക്കുന്നുണ്ട്. വലിയ സന്തോഷത്തോടെ നിൽക്കുന്ന ഹൃതിയെ നോക്കി അംബിക പറയാ, പ്രതാപൻ വന്നാലുടനെ മോളി അഗ്രിമെന്റ് കൊടുത്തിട്ട് എല്ലാം പറയണം. അപ്പോൾ പ്രതാപൻ എന്നെ വിളിക്കും, അവൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് ഞാൻ എല്ലാം പറഞ്ഞോളാം.
അഹങ്കാരിയായി അംബികയ്ക്കുള്ള തിരിച്ചെഴുതാണ്ട് നന്ദന കൊടുക്കും. ഒറ്റ തള്ളയോടും ഭർത്താവിനോട് പോലും ഒന്ന് ആലോചിക്കാതെ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ആ ഋതികയ്ക്ക് ശരിയായുള്ള ശിക്ഷയും കിട്ടും. അംബിക കൊടുത്ത അഗ്രിമെൻ്റ് ചെറിയമ്മയെ കാണാൻ ഓടി വരാം. ചെറിയമ്മ ചോദിക്കുന്നു, എല്ലാം കഴിഞ്ഞോ മോളെ? എല്ലാം കഴിഞ്ഞു. സത്യമാണ്, എല്ലാം കഴിഞ്ഞടി ഋതികയെ. ഇനി നിനക്കൊന്നുമില്ല അവിടെ. മോളെ, ഇത് അംബിക തന്നെ എഴുതി തന്ന അഗ്രിമെൻ്റ് ആണല്ലോ. അതേ ചെറിയമ്മേ, ഇതേ വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കണം. അംബിക എഴുതി തന്നത്, അതുകൊണ്ട് അവർ വേണമെങ്കിൽ ഒന്ന് മോഷ്ടിക്കാനും ശ്രമിക്കും. ചെറിയമ്മയുടെ റൂമിലെ ഷെൽഫിലാണെങ്കിൽ ഇത് ഭദ്രമായിട്ടിരുന്നോളും. അംബിക എന്തായാലും അവിടെ കയറില്ല. ആ അംബിക എവിടാടി കയറാത്തത്? എടി മന്ദബുദ്ധി ഋതികെ, പാതാള തുരങ്കത്തിനകത്ത് പോലും കയറുന്ന അംബികയുള്ള വീട്ടിലാണ് അവൾ ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ പോകുന്നത്. മോളെ, ഈ അഗ്രിമെൻറ്റിൽ അംബിക എല്ലാം തുറന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇത് പ്രതാപേട്ടൻ വായിച്ചു കഴിയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പത്മേടത്തിനടുത്തോട്ട് ഓടും. ഒരു കാര്യം ഉറപ്പാണ്, ഈ അഗ്രിമെൻ്റ് ഒരു മാപ്പപേക്ഷ കൂടിയാണ്. ഇത് വായിച്ചു കഴിയുമ്പോൾ ആ നിമിഷം തന്നെ പ്രതാപേട്ടൻ അംബികയെ അടിച്ച് പുറത്താക്കും. പക്ഷേ ചെറിയമ്മ അവരാ പ്രോപ്പർട്ടി തിരിച്ചെഴുതി കൊടുക്കുമോ എന്നാണ് എൻ്റെ പേടി. അതൊക്കെ തിരിച്ച് പ്രതാപേട്ടൻ മേടിക്കും. വേടഞ്ഞാൽ പ്രതാപേട്ടനെ അറിയാമല്ലോ മോക്ക്. എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഒരുമിക്കുമല്ലോ, എനിക്കതും മതി ചെറിയമ്മേ. അംബിക ചിന്തിക്കുന്നുണ്ട്, ഇതൊന്നും രാജു അറിഞ്ഞു കാണത്തില്ല. അപ്പോൾ അവൻ്റെ മനസ്സിലൊരു തീ കൊളുത്താൻ എന്താ ഒരു വഴി? എന്തോ ഒന്ന് ചിന്തിച്ചിട്ട് അംബിക പറയാം, അതാണ് കറക്റ്റ് വഴി. ആ വഴിയെ കൂടെ അവന് എരി കയറ്റാം. അംബിക അങ്ങനെ ജയനെയാണ് വിളിക്കുന്നത്. ജയ, നീ എവിടാ? നീ ഞങ്ങളെയൊക്കെ മറന്നു? അയ്യോ, മേഡത്തിനെ മറക്കാനോ? ദാണ്ട് ഇപ്പം ഞാൻ മേഡത്തിനെ അങ്ങോട്ട് വിചാരിച്ചതേ ഉള്ളൂ. ഇപ്പം ഏതെങ്കിലും മന്ത്രിയുടെ PA ആണോ? ആ CM എന്നെ വിളിച്ചതാ, ഞാൻ പോയില്ല. അയാളൊരു വെടക്കാ മേഡം. മേഡം ഒന്ന് കാല് വാരി കേന്ദ്രമന്ത്രിയാകും. ഞാൻ വരാം മേഡം, മേഡത്തിൻ്റെ PA ആയിട്ട്. ഡൽഹി നമുക്ക് രണ്ടുപേർക്കൂടെ അമ്പലക്കുളമാക്കി മാറ്റാം. ജയ, ഞാനിപ്പോൾ വിളിച്ചതേ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയുന്നത്. അതെന്താ മേഡം? അപ്പോൾ എനിക്ക് സന്തോഷിക്കാനൊന്നുമില്ലേ? അതിന് നിനക്ക് സന്തോഷിക്കാൻ കാശ് പോരെ? അതിനിടയ്ക്കിടയ്ക്ക് നീ ഇങ്ങോട്ട് പോരെ. ഇപ്പം ഞാൻ വിളിച്ചതേ നിൻ്റെ അളിയൻ്റെ കാര്യം പറയാനാ. അവിടെ എന്തോ ഉത്സവത്തല്ല് നടന്നെന്നോ ആർക്കൊക്കെയോ പൊരിഞ്ഞ് അടി കിട്ടിയെന്നൊക്കെ കേട്ട്. എടാ, അതൊക്കെ എങ്ങനെ നടക്കാതിരിക്കും? ലോക ചന്തകളല്ലേ നിൻ്റെ ഭാര്യ വീട്ടുകാർ. നിനക്കറിയാവോ, രാജുവും ഋതികയും എന്നേക്കുമായിട്ട് പിരിഞ്ഞു. ഋതികയാണെങ്കിൽ സ്വത്തുക്കളൊക്കെ തിരിച്ചെഴുതി തരികയും ചെയ്തു. ഇനി ഇവിടുന്ന് ഒരു മുട്ടുസൂചി പോലും കിട്ടില്ലെന്ന് നീ അവനോടൊന്ന് പറഞ്ഞേരെ. അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടതൊക്കെ ഗോപിയായി. ഗോപിയല്ലടാ, സോമനാടാ. ഇത് വെച്ചിട്ട് പോടാ. അയ്യോ എൻ്റെ ദൈവമേ, സ്വപ്നം കണ്ടത് പലതും പട്ടി കൊണ്ടുപോവാണല്ലോ. അങ്ങനെ ഋതിക എഴുതി കൊടുത്ത സ്വത്തുക്കളെയെല്ലാം പത്രങ്ങൾ വെച്ചുകൊണ്ട് അംബിക പ്രാർത്ഥിക്കോ, എൻ്റെ ദൈവമേ, എൻ്റെ എത്ര കാലത്തെ സ്വപ്നമാണ് നീ നിറവേറ്റി തന്നത്. സൂര്യമംഗലത്തിലെ അടുപ്പിലെ പുകയും ശ്വസിച്ച് അവിടുത്തെ പശുവിൻ്റെ ചാണകവും വാരി അങ്ങനെ നടന്നപ്പോൾ ഒരേ ഒരു പ്രാർത്ഥനയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എനിക്കൊരു വലിയ കാശുകാരിയാകണമെന്ന്. നീ അത് നടത്തി തന്നല്ലോ ഈശ്വര, ഒരുപാട് നന്ദിയുണ്ടേ നിനക്ക്. അങ്ങനെ അംബിക റൂമിലെ ആ സേഫി വെച്ച് പൂട്ടുന്നതാണ്ട് നന്ദനെ ഒളിച്ചു നിന്ന് നോക്കുന്നുണ്ട്. ഒരു പൊടിക്കുഞ്ഞിനെ പോലെ അമ്മേ എന്നൊരു വിളി നന്ദനെ. ചി, പേടിപ്പിച്ച് കളഞ്ഞലോടി. എന്താടി അമ്മ, എന്തോടുക്കുവാ? നിനക്ക് കാണാൻ വയ്യടി. അമ്മേ, ആ ആധാരം എന്നെ കൊണ്ടൊന്ന് കാണിക്കുവോ? എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും വന്ന് ഇടപെട്ടേക്കരുത്. എനിക്കതൊന്നും ഇഷ്ടമല്ല. നീ പൊടി പുറത്ത് എന്നിങ്ങനെ നന്ദനെ ആട്ടുവാണ്. നന്ദനെ പുറത്തോട്ട് വന്നിട്ട് മനസ്സിൽ പറയാം, നീ എന്നെ ശരിക്കും അറിഞ്ഞിട്ടില്ലടി അംബികയെ. ശരിക്കും നീയൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. എടി പ്രിയേ പ്രിയേ എന്നും പറഞ്ഞാണ്ട് ജയൻ അലറിയടിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എടി പ്രിയേ, ഒരു സീരിയസ് മാറ്റർ പറയാനുണ്ട്. എല്ലാം കൈവിട്ടു പോയടി, എല്ലാം പോയി. പ്രതീക്ഷിച്ചതെല്ലാം വടികുത്തി പിരിഞ്ഞ് സർവ്വതും സ്വാഹ. അയ്യോ എൻ്റെ ജയേട്ടാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയാം. എൻ്റെ പ്രിയേ, ഋതുമോള് സ്വത്തുക്കളെല്ലാം നണ്ട അംബികയുടെ പേരിലോട്ട് എഴുതി കൊടുത്തു. അതുമാത്രമല്ല, രാജുവും ഋതുമോളും എന്നേക്കുമായിട്ട് പിരിയുവാണെന്ന്. അല്ലെങ്കിൽ തന്നെ ആര് പറഞ്ഞു ഇവിടെ അവർ തങ്ങളെ യോജിക്കണമെന്ന്? അവളെ ഇനി എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ട. നീ എന്തെല്ലാം മണ്ടത്തരവാടി വിളിച്ച് പറയുന്നത്? ആ ഋതിക ഒരു പൊന്മുട്ടയിടുന്ന താറാവല്ലേടി. അങ്ങനെ എൻ്റെ അളിയനൊരു കോടീശ്വരനായിരുന്നു. ഒരു 3-4 കോടി വാങ്ങിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ. ഇതിപ്പോൾ അവർ തങ്ങളെ തെറ്റുകയും ചെയ്ത് ഋതുമോള് പ്രോപ്പർട്ടി എല്ലാം അംബികയ്ക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. ഏട്ടാ, അല്ലെങ്കിലും അവളുടെ വീട്ടിലെ കാശ് കൊണ്ടുവന്ന് നമുക്ക് കോടീശ്വരന്മാരാകണ്ട. പിന്നെ എങ്ങനെയാ പ്രിയ നമ്മുടെ വീടിൻ്റെ ബാക്കി പണി നടത്തുന്നത്? വീടിനോട് ചേർന്ന് സ്വിമ്മിംഗ് പൂള് പണിയണമെന്നല്ലായിരുന്നോ നിൻ്റെ ആശ? ജേട്ടാ, എനിക്ക് നീന്തി കുളിക്കണം. അതിന് അമ്പലക്കളത്തിൽ പോകാൻ പറ്റുമോ? എൻ്റെ പ്രിയ, ഇവിടുന്ന് ഇനി എൻ്റെ 10 രൂപ കിട്ടണമെങ്കിൽ ഒരേ ഒരു കാര്യമുള്ളൂ. ഇവിടുന്ന് നിൻ്റെ ഷെയർ തരാൻ പറയണം. അതും കൂടെ വാങ്ങിച്ചുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം. ആ പെണ്ണും കൂടെ ഇവിടുന്ന് പോയ സ്ഥിതിക്ക് ഇതിനി ഒരു ദരിദ്രവിലാസമാണ്. ചേട്ടാ, അതിന് അവളുടെ കാശിലൊന്നും അല്ലല്ലോ നമ്മൾ ജീവിച്ചത്. എന്നാലും പ്രിയെ, കുറച്ച് കോടികൾ കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? ജേട്ടൻ ഷെയർ ചോദിച്ചാൽ മതി. ഞാൻ ചോദിക്കാനോ? ഞാൻ ചോദിച്ചാൽ നിൻ്റെ അച്ഛൻ എന്നെ എടുത്തിട്ട് ഇടിക്കും. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഷെയർ തന്നില്ലെങ്കിലേ എന്നെയും കൊച്ചിനെയും ഉപേക്ഷിക്കുമെന്ന് ജയേട്ടൻ പറഞ്ഞാൽ മതി. ഞാനിവിടെ ഇവരോടൊപ്പം ഒട്ടി നിന്നോളാം. രാജുവിനെ കണ്ടിട്ട് ജയം പറയാം, അളിയ എല്ലാം കൈവിട്ട് കളഞ്ഞല്ലോ അളിയ. അളിയൻ എന്തോ ഈ പറയുന്നേ? അളിയൻ വിവരം വല്ലതും അറിഞ്ഞോ രാജു അളിയ? ഋതിക സ്വത്തുക്കളെല്ലാം അംബികയ്ക്ക് എഴുതി കൊടുത്തെന്ന്.
എന്ത് ബുദ്ധിമോശം ഈ കൊച്ചു കാണിച്ചത്. ഋതു അങ്ങനെ ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാളിയാ? എനിക്ക് അവളുടെ പ്രോപ്പർട്ടി ഒന്നും വേണ്ട. ആഹാ, അത് കൊള്ളാലോ. അളിയന് വേണ്ടായിരിക്കും. പക്ഷെ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനും പ്രിയ ഇവിടെ നിൽക്കുന്നത്. വേണുവേട്ടൻ ചോദിക്കും, അല്ല നീ എന്തുവാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. കൂടുതൽ മനസ്സിലാക്കി തരാനൊന്നും എനിക്ക് നേരമില്ല. താണ്ട ഇവളുടെ ഷെയർ ഞങ്ങൾക്ക് തരണം. പ്രിയയ്ക്ക് ഇതൊക്കെ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വീട് പണി പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാം. എനിക്ക് ഷെയർ കിട്ടണം. എനിക്ക് കിട്ടിയേ പറ്റൂ. എനിക്ക് ഷെയർ തന്നില്ലെങ്കിൽ നാണ്ട ഇവളും കൊച്ചിവിടെ നിൽക്കും. അത് കേട്ട് രാധമ്മയും രാജുവും വേണുവേട്ടനും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, മിക്കവാറും ജയനുള്ള ഷെയർ ഇപ്പം തന്നെ വേണുവേട്ടൻ കൊടുക്കുമെന്ന് തോന്നുന്നു. അത് മേടിച്ചുകൊണ്ട് ജയൻ ഏത് മൂലയ്ക്ക് പോയി ഒതുങ്ങുമെന്നും അറിയില്ല. ഇനി ഐഡിയ പറഞ്ഞു കൊടുത്ത പ്രിയയ്ക്കും നല്ല ഷെയർ കിട്ടുമെന്ന് തോന്നുന്നു. ഋതിക അംബികയുടെ പേരിൽ സ്വത്തല്ല എഴുതി കൊടുത്തിരിക്കുവാണെന്നാണ് കരുതുന്നത്. പക്ഷേ അംബികയുടെ പേരിലല്ല, അത് നന്ദനയുടെ പേരിലാണെന്നുള്ളതൊക്കെ ഋതിക ഇനിയാണ് അറിയാൻ പോകുന്നത്. അതുപോലെ തന്നെ അംബിക എഴുതി കൊടുത്ത അഗ്രിമെൻ്റ് അംബിക എടുത്ത് മാറ്റി വേറെ എന്തെങ്കിലും എഴുതിയൊരു പേപ്പറായിരിക്കും അവിടെ വെക്കാൻ പോകുന്നത്. ഇതൊന്നും മനസ്സിലാകാതെ ഋതിക വലിയ സന്തോഷത്തോടെ നിൽക്കുവാണ്. ഇനി എന്തായിരിക്കും ഋതികയുടെ വിധി? അച്ഛനും മകളും വെറും കൈയോടെ പടിയിറങ്ങേണ്ടി വരുമോ? ഒരു പക്ഷേ പ്രതാപനെയും അംബികയും ദീപക്കിനെയും ഋതികയും എല്ലാവരും നന്ദന പടിയിറക്കി വിടുമോ എന്നൊക്കെയുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.